അനുമോദ്, ലീഗും കോൺഗ്രസും തമ്മിലുള്ള സൗഹൃദ മത്സരം, അല്ലെങ്കിൽ അങ്ങനെ അത്ര സൗഹൃദമൊന്നും ഇല്ലാത്ത ആ സൗഹൃദ മത്സരം എവിടെയൊക്കെ നടക്കുമെന്നുള്ളതായിരുന്നു ആകാംക്ഷ. ഈ അവസാന ദിവസമാകുമ്പോൾ അത് പൊന്മുണ്ടത്ത് ഒതുങ്ങുമോ? എന്താണ് മലപ്പുറത്തെ സ്ഥിതി? ശ്രീജ, ലീഗ് കോൺഗ്രസ് മത്സരം പൊന്മുണ്ടത്ത് മാത്രമാണെങ്കിലും കോൺഗ്രസിനുള്ളിൽ പലയിടത്തും ആ റിബൽ ശല്യം തലപൊക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ കോൺഗ്രസിന് ഏറെ ശക്തിയുണ്ടെന്ന് കരുതുന്ന നിലമ്പൂർ മേഖലയിൽ തന്നെയാണ് ഇത് ഏറ്റവും അധികം ബാധിക്കുക. നിലമ്പൂരിൽ വഴിക്കടവിലും എടക്കരയിലും ബ്ലോക്കിലേക്കാണ് വിമതരായിട്ട് 2 നേതാക്കൾ പത്രിക നൽകിയിരിക്കുന്നത്. എടക്കര ബ്ലോക്ക് ഡിവിഷനിൽ OT ജെയിംസിന് റിബലായിട്ട് ഷാഹുൽ ഹമീദ് എന്ന കോൺഗ്രസ് നേതാവും, അതുപോലെ തന്നെ മണിമൂളി ബ്ലോക്ക് ഡിവിഷനിൽ വഴിക്കടവ് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് റജി മാസ്റ്റർക്ക്, അതേപോലെ ബോബി സി മാമ്പ്രയാണ് DCC നിർദ്ദേശിച്ചെന്ന് ആദ്യം വരുമ്പോൾ അതിനെതിരെ റജി മാസ്റ്റർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ജോയ് പക്ഷവും VS ജോയ് പക്ഷവും ആര്യടൻ ഷൗക്കത്ത് പക്ഷവും തമ്മിലുള്ള വലിയ ഒരു തർക്കത്തിന്റെ ഒരു ബാക്കി കൂടിയാണ്. എന്താണെങ്കിലും DCCയുടെയും മറ്റ് ഉന്നത നേതാക്കളുടെയും നേതൃത്വത്തിൽ ചർച്ചകൾ ഈ അവസാന ഘട്ടത്തിലും പുരോഗമിക്കുന്നുണ്ട്. ആർക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാം എന്നുള്ളത് ഇന്ന് ഉച്ചയോടെ അറിയാൻ കഴിയും. പക്ഷേ അത് ഏത് തരത്തിലാകും അവിടെ സെറ്റിൽമെന്റ് നടക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് അവസാന നിമിഷവും ഈ വഴിക്കടവ് എടക്കര ഡിവിഷനിലെ ഈ ഒരു റിബൽ നീക്കം അത് തലവേദന ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അതോടൊപ്പം തന്നെ ജില്ലയിൽ പലയിടങ്ങളിലും റിബലുകളായിട്ട് മുസ്ലിം ലീഗിനും പലരും മത്സരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിരൂരങ്ങാടി PMA സലാമിൻ്റെ വാർഡിൽ തന്നെ ഒരു വിമത സ്ഥാനാർത്ഥിയുണ്ട്. അതുപോലെ മഞ്ചേരി നഗരസഭയിൽ CPIയുടെ തന്നെ 2 നേതാക്കൾ പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയും CPMന്റെ വാർഡിലും 2 പേർ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. ഒരാൾ വിമതനായി മത്സരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ നഗരസഭകളിലും 1-2 വാർഡുകളിൽ ഇതുപോലെ ഇടതുപക്ഷത്തിനും തലവേദനയുണ്ട്. അതോടൊപ്പം തന്നെ വെട്ടത്തൂരിൽ CPMും CPIയും മുതുവല്ലൂരിലും അതേപോലെ തന്നെ CPM പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ ചിലയിടങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നേതൃത്വം ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയാം. വെട്ടത്തൂരിൽ ഇനി ഒരുമിച്ച് മത്സരിക്കാനാകില്ല എന്ന നിലപാടിൽ തന്നെയാണ് CPI ഉള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഈ UDFനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ഈ ചില പ്രശ്നങ്ങൾ, ഈ ബ്ലോക്കിലേക്കുള്ള ചില പ്രശ്നങ്ങളും അതേപോലെ പൊന്മുണ്ടത്തെ അങ്ങനത്തെ ഒരു ലീഗ് കോൺഗ്രസ് തമ്മിലുള്ള വിഷയങ്ങളും മാത്രമാണ് തലവേദനയായിട്ടുള്ളത്. ഇടതുപക്ഷത്തിനാണെങ്കിൽ പലയിടങ്ങളിലായിട്ട് ചിതറിക്കിടക്കുകയാണ്, 1-2 വാർഡുകളിലായിട്ട് ചിതറിക്കിടക്കുകയാണ്. പക്ഷേ അതിനപ്പുറം എടുത്തു പറയാൻ കഴിയുന്ന ഒരു സ്പ്ലിറ്റ് വരുന്നത് നേരത്തെ സൂചിപ്പിച്ച വെട്ടത്തൂരിലും മുതുവല്ലൂരിലുമാണ്. ഇതിനാണെങ്കിലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. എത്രത്തോളം സാധ്യമാകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഉച്ചയോടെ നമുക്ക് ഇക്കാര്യങ്ങളിൽ ഒരു കൃത്യമായ ചിത്രം വ്യക്തമാകും. ശ്രീജ. ശരി, CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത്, കോട്ടയത്തെ സ്ഥിതി എന്താണ്? തർക്കങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒരു അവസാനഘട്ട ചിത്രത്തിലേക്ക് ഈ മണിക്കൂറുകളിൽ എത്തിയിട്ടുണ്ടോ? ശ്രീജ, പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇപ്പോഴും അത് ചർച്ചകൾ നടക്കുന്നു എന്ന് തന്നെയാണ് നേതാക്കൾ അറിയിക്കുന്നത്. മുഴുവൻ പാർട്ടികൾക്കും, അതായത് പ്രമുഖ പാർട്ടികളായ CPMനും കോൺഗ്രസിനും ഒപ്പം തന്നെ BJPക്കും എല്ലാം റിബലുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഏറ്റുമാനൂരിൽ 3 പാർട്ടികൾക്കും റിബലുകളുണ്ട് എന്നുള്ളതാണ് എടുത്ത് കാണാൻ സാധിക്കുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് കോൺഗ്രസിലൊരു ശ്രദ്ധേയനായ റിബൽ എന്നത് റെജി എം ഫിലിപ്പോസ് എന്ന ആളാണ്. അദ്ദേഹം കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. അദ്ദേഹം ചാണ്ടിയുമ്മനെതിരെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൽ മണർകാട് ഡിവിഷനിൽ സീറ്റ് വേണമെന്ന് ചാണ്ടിയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ചാണ്ടി കൊടുക്കാൻ തയ്യാറായില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റിബലായി നിൽക്കുന്നത്. അതൊരു പക്ഷേ കോൺഗ്രസിന് വലിയ തലവേദനയാണ്. കോൺഗ്രസിലെ തന്നെ യുവ നേതാവായ JJ പാലക്കലോടിയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി വരികയും ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് ഉമ്മൻചാണ്ടി ഉള്ള കാലം മുതൽ തന്നെ നിരവധി 10-25 വർഷം വിവിധ തലങ്ങളിൽ കൗൺസിലറായിരുന്ന ആൾ കൂടിയാണ് ഈ റെജി. എന്തായാലും നിലവിൽ ഇദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അത് കണ്ടില്ല എന്നുള്ളതാണ്. കോട്ടയം നഗരസഭയിൽ ഫലത്തിൽ നിലവിലെ ചെയർപേഴ്സണായ ബിൻസി സബാസിനെതിരെ കോൺഗ്രസിലെ തന്നെ ഒരു നേതാവ് പ്രാദേശികമായ റിബൽ നിൽക്കുന്നുണ്ട്. 3 ലെവൽ സമാനമായ 4-ാം വാർഡിൽ അവിടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനായിരുന്നു സീറ്റ് നൽകിയിരുന്നത്. പക്ഷെ അവിടെ അവർക്ക് സ്ഥാനാർത്ഥിയില്ല. പകരം അവിടെ
ഇപ്പുറത്ത് അതായത് CPM മത്സരിക്കുന്നു, BJP മത്സരിക്കുന്നു, ഒപ്പം തന്നെ CPMന്റെ തന്നെ നേരത്തെ നേതാവായിരുന്ന ഒരാൾ മത്സരിക്കുന്നുണ്ട്. ഫലത്തിൽ ഇത് CPM സ്ഥാനാർത്ഥിക്ക് ഒരു വെല്ലുവിളിയായി നിൽക്കുന്ന സാഹചര്യമുള്ളത്. പാലായിലും സമാനമായ രീതിയിൽ കോൺഗ്രസിന് ഒരു റിബൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് ഇതുവരെയുള്ള ഏതാണ്ടുള്ള വിവരം. ഒരുപക്ഷെ കോട്ടയത്തെയൊക്കെ സാഹചര്യം നോക്കിയാൽ വളരെ വ്യാപകമായ ഒരു റിബൽ ശല്യം എന്ന് ഇത്തവണ നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങിങ്ങായി ഉണ്ട്, ഏതാണ്ട് 10ഓളം സ്ഥലങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത്. ഇന്ന് പക്ഷേ 3 മണി വരെയും പ്രതീക്ഷയുണ്ട്. ഈ റിബലുകളെ പിൻവലിപ്പിക്കുക എന്നുള്ളത് ഒരുപക്ഷെ മുന്നണികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രമമായി തന്നെ മാറുകയാണ്. മറ്റ് പലയിടത്തും റിബലുകളായി സ്ഥാനാർത്ഥികൾ വന്നില്ലെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കമുള്ള അതൃപ്തി പലയിടത്തും പുറത്തു വരുന്നതും വൈക്കത്തും കുമരകത്തും ഒക്കെ അങ്ങനെ CPMനും CPIക്കും ഉള്ളിൽ പലതരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ റിബലുകളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം തുടരുന്നു. അതിന്റെ മണിക്കൂറുകളാണ് നടക്കുന്നത്. ശരി, ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി MS അനീഷ് കുമാറിലേക്ക്. അനീഷ്, 3 മുന്നണികളും ഏതാണ്ട് ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി സൃഷ്ടിക്കുമ്പോൾ ഓരോ വിമതനും ഓരോ വോട്ടും നിർണായകമാണ്. കോഴിക്കോട്ട് ഈ അവസാന മണിക്കൂറിലെ ചർച്ചകൾ, അവസാന മണിക്കൂറിലെ ചരട് വലികളൊക്കെ എങ്ങനെയാണ്? ശ്രീജ, കോഴിക്കോട് ഏറ്റവും പ്രധാനമായി വിമത ഭീഷണിയുള്ളത് കോഴിക്കോട് കോർപ്പറേഷനിൽ തന്നെയാണ്. കോൺഗ്രസിന് നമുക്ക് അറിയാം, ആദ്യം മുതൽ ഈ സ്ഥാനാർത്ഥി നിർണയ സമയം മുതൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 2 സിറ്റിംഗ് കൗൺസിലർമാർ, കോൺഗ്രസിന് തന്നെ സിറ്റിംഗ് കൗൺസിലർമാർ, ഒരു സിറ്റിംഗ് കൗൺസിലർ അൽഫോൺസ, അവർ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. UDFന്റെ തന്നെ മുസ്ലിം ലീഗിൽ നിന്നുള്ള റംലത്ത് മൂന്നാലിംഗൽ ഡിവിഷനിൽ നിന്നും LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. അവരുടെ വെള്ളയിൽ മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, അദ്ദേഹം LDF സ്ഥാനാർത്ഥിയായി നടക്കാവിൽ നിന്നും മത്സരിക്കുന്നു. ഒപ്പം കല്ലായിൽ മണ്ഡലം പ്രസിഡന്റും മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും പൂർണ്ണമായും വാർഡ് കമ്മിറ്റി അടക്കം രാജിവെച്ച്, അതായത് CMP സ്ഥാനാർത്ഥിക്ക് സീറ്റ് വിട്ടു നൽകി പ്രതിഷേധിച്ച് രാജിവെക്കുകയും അവിടെ അയൂബ് എന്ന സ്ഥാനാർത്ഥി വിമതനായി മത്സരിക്കുകയും ചെയ്യുന്നു. കാരശ്ശേരി ഡിവിഷനിൽ കുന്നമംഗലം ബ്ലോക്കിൽ അവിടെ 4 സ്ഥാനാർത്ഥികളാണ് UDFിൻ്റെതായി മത്സരരംഗത്തുള്ളത്. ഫറൂഖ് നഗരസഭയിൽ ഇപ്പോൾ 22ാം വാർഡിൽ 6 സ്ഥാനാർത്ഥികൾ UDFിൻ്റെതായി മത്സരരംഗത്തേക്ക് വരുന്നു. മറുവശത്ത് CPM CPIയും തമ്മിലുള്ള മത്സരമാണ് നാദാപുരം ഡിവിഷനിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും ഈ ഉച്ച തിരിഞ്ഞതോടുകൂടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കും. നമുക്കൊപ്പം ഇപ്പോൾ ഒരു വിമത സ്ഥാനാർത്ഥി, കോർപ്പറേഷനിലെ വിമതനായ അയൂബ് ഉണ്ട്. എന്താ, മത്സരിക്കാൻ തന്നെ ഉറച്ചു തീരുമാനിച്ചു നിൽക്കുകയാണോ അതോ പിന്മാറാൻ എന്തെങ്കിലും സാഹചര്യമുണ്ടോ? പല നേതാക്കളും പല രീതിയിലും ബന്ധപ്പെട്ടിരുന്നു. ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ആദർശം ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല. അതുകൊണ്ട് കാലങ്ങളായിട്ട് കോൺഗ്രസ് മത്സരിക്കുന്ന ചാലപ്പുറം സീറ്റ് ഒരു ഘടകകക്ഷി, കോൺഗ്രസിന് കൈവശമുള്ള ഒരു സീറ്റ് ഒരു ഘടകകക്ഷിക്ക് നമ്മളെ പോലുള്ള പ്രവർത്തകരുടെ വാക്ക് ഒന്ന് ചോദിക്കുക പോലും ചെയ്യാതെ ഘടകകക്ഷിക്ക് വിറ്റതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഞാൻ മത്സരരംഗത്തേക്ക് വന്നത്. വെച്ച കാൽ എന്തായാലും പിന്നോട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രതിപക്ഷ നേതാവൊക്കെ വിളിച്ചോ അതോ മുതിർന്ന ആരെങ്കിലും ബന്ധപ്പെട്ടോ? പല നേതാക്കളും വിളിച്ചിരുന്നു, അവരുടെ PM വിളിച്ചിരുന്നു, സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ ആകെ ഒന്നേ ഉള്ളൂ, കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് വരിക, വേറെ ആരെങ്കിലും നിങ്ങൾ വിഡ്രോ ചെയ്യാൻ നോക്കുക, അയ്യൂബിനെ വിഡ്രോ ചെയ്യുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ്. ഒരു കോൺഗ്രസ്സുകാരൻ വന്നാൽ നിങ്ങൾ പിന്മാറിയല്ലേ അല്ലേ? അതെ, കൈപ്പത്തി ചിഹ്നത്തിലാണ് ആര് വന്നാലും. എനിക്ക് സീറ്റിന് വേണ്ടി ഞാൻ എവിടെ തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ വർഷങ്ങളായി കോൺഗ്രസിന്റെ കൈവശമുള്ള സീറ്റ് ഘടകകക്ഷികൾക്ക് നമ്മളോട് പോലും പ്രവർത്തകരുടെ അഭിപ്രായത്തെ പോലും മാനിക്കാതെ വിറ്റതിലുള്ള പ്രതിഷേധമാണ് ഞാൻ കാണിക്കുന്നത്. അതിൽ ചാലപ്പുറത്തുകാർ മൊത്തത്തിൽ എൻ്റെ കൂടെ ഉണ്ട്. ശ്രീജ, അതാണ് മത്സരരംഗത്ത് അദ്ദേഹം ഉറച്ചു നിൽക്കും. ഒരു തരത്തിലുമുള്ള അനുനയ ഭീഷണികൾക്ക് വഴങ്ങുന്നില്ല, അനുനയ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്നടക്കം അദ്ദേഹത്തെ ബന്ധപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതാണ് കോഴിക്കോട് ജില്ലയിലെ മത്സരചിത്രം. വിമതന്മാർ മത്സരരംഗത്ത് തുടരുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.